ഗൈസ് അങ്ങനെ കാലത്ത് പുലർച്ചയ്ക്ക് കിഴപ്പ് മൂത്ത് 4 മണിക്കുള്ള ഷോ കങ്ങുവ. എക്സാക്ട്ലി 4 മണിക്കല്ല, 4:50 ആയി പടം ഇറങ്ങുന്നത്. ഞാൻ ഇവിടെ നിന്ന് എന്തോ 3:15 എന്തോ ഇറങ്ങി അവിടെ പോയി ഒരു ചായക്ക് കുടിച്ച് 4 മണിക്ക് കയറാന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും എന്തിനായിരുന്നു ലൈസൻസ് ഇഷ്യൂ ആയില്ലെന്നാ, വേറെ പ്രിന്റ് റൺ ചെയ്യില്ലെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഷോ ഡിലേ ആയി, 10-50 മിനിറ്റോളം ഷോ ഡിലേ ആയി. 4:50 ആയപ്പോഴാണ് അകത്ത് കയറി പടം തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ റിയാക്ഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ട്രെയിലറൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. മ്യൂസിക് ആയാലും സൂര്യൻ്റെ പെർഫോമൻസ് ആയാലും ബോബി ഡിയോള് എന്തിനോ മറിക്കൂ എന്നൊക്കെ തോന്നിപ്പോയ ഒരു സാധനമായിരുന്നത്. രണ്ടാമതൊരു സാധനം വന്നു. ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഒരു റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞൊരു സാധനം വന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അണ്ണൻ ശിവ പഴയ അണ്ണാത്തയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതിൽ റിയൽ വേൾഡ് പോർഷൻസ് എന്ന് വെച്ചാൽ 2 കാലഘട്ടങ്ങളായിട്ട് 1070 തോന്നുന്നു. 1070 2024 കാണിക്കുന്നത്, പ്രസന്റ് ഇയർ. എൻ്റെ പൊന്നോ, റിയൽ വേൾഡിൽ കാണിച്ചു വെച്ചിരിക്കുന്ന അപരാധങ്ങൾ കാണണം. ചുമ്മാ കുറച്ച് കാശ് കളഞ്ഞെന്നല്ലാതെ കാശിന് കൊള്ളൂല. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പുളിച്ച തെറിയാണ് എനിക്ക് വായി വരുന്നത്. ഇന്ന ആളൊന്നും എല്ലാ എനിക്ക് പോസിറ്റീവൈസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ കോസ്റ്റ്യൂം കട്ട്സി പുതിയതായാലും പഴയതായാലും. പുതിയതിലൊരു സൂര്യനെയൊക്കെ അങ്ങനെ പോട്ടെ, ഇപ്പോൾ ആ ട്രൈബൽ ലുക്കിൽ സൂര്യ കൂടെ ഉള്ളവർ ബോബി ഡിയോള് ഒരു ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ എല്ലാവരും അടിപൊളി. DSPൻ്റെ മ്യൂസിക് എനിക്കിഷ്ടപ്പെട്ടാണ്. ആ ഒരു വീര പാട്ട് പറഞ്ഞ ആ സാധനവും കങ്ങുവ എന്നുള്ള ഒരു സാധനവും അല്ലാത്ത വരുന്ന കുറച്ച് സാധനങ്ങളും എല്ലാം അത്യാവശ്യം നല്ല സാധനങ്ങൾ തന്നെ ആയിരുന്നു. പിന്നീട് എന്താ, നമുക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും വിട്ടുപിരിഞ്ഞു പോയ നിഷാദ് യൂസഫ്, ഈ പടത്തിൻ്റെ എഡിറ്റർ, പുള്ളി എനിക്ക് തോന്നുന്നു ഈ പടം എനിക്ക് കണ്ടപ്പോൾ തോന്നിയുണ്ട് ഒരു 3 മണിക്കൂർ എന്തോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പുള്ളീൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചായിരിക്കും 2.5 മണിക്കൂറത്തേക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തത്. എന്നിട്ട് പാവപ്പെട്ടവൻ പോയി. എടേ, അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടൂര അപരാധം. റിയൽ വേൾഡിൽ കിടന്ന് ദിശാ പട്ടാനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി ആ പുള്ളിക്കാരിനെ കണ്ടുകൊണ്ടിരിക്കുക റിയൽ വേൾഡിൽ. അല്ലാതെ യോഗി ബിയും സൂര്യയൊക്കെ കൂടി കിടന്ന് എന്തൊക്കെ പൊറാട്ട് നാടകങ്ങളാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു 4 ആളെ ഒരു പടം കാണിക്കണം. ഇത് കൊണ്ടിരുത്തി നമ്മളെ വെറുപ്പിക്കുക എന്നുള്ള ഒറ്റ ഇന്റൻഷൻ കൊണ്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവര് ഈ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡബിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ മിക്സിങ്ങിന്റെ സമയത്തോ ഇവര് പിന്നെയും സീൻസും പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇവർക്കൊന്നും തോന്നൂല്ലേ? പോട്ടെ, ഇവര് ഏതെങ്കിലും ഒരു ബിഗ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററിലോ അത്യാവശ്യം സൗണ്ടുള്ള എന്തിലെങ്കിലൊക്കെ ഇട്ട് നോക്കൂല്ലേ? സൂര്യ ചുമ്മാ കാ എന്ന് വിളിച്ചുകൊണ്ട് പടം നടക്കുന്നതല്ലാതെ വേറെ ഒന്നും പടത്തിൽ ചെയ്യുന്നില്ല. ഒരു പയ്യനൊക്കെ ആയിട്ട് എന്തൊക്കെയോ തിമിര് കാണിച്ചുകൊണ്ട് നടക്കുന്നു. വേറെ ഈ പടത്തില് സൂര്യ ഇതിനെക്കാട്ട് നല്ല രീതിക്ക് ചെയ്ത വേറെ കുറെ കൂറ പടങ്ങളുണ്ട്. അതാണ് എനിക്ക് തോന്നിപ്പോയത്. ആ ട്രൈബൽ ലുക്കിൽ പുള്ളി വന്ന് ഇറങ്ങുന്നത് മാസ്, അവിടുത്തെ അടി സീൻസൊക്കെ കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വുമൺ എംപവർമെന്റിനൊക്കെ വേണ്ടിയുള്ള ഒരു സാധനമൊക്കെ തിരികിയിട്ടുണ്ട്. അടി സീൻസൊക്കെ ആണെങ്കിൽ നല്ല പോളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. റിയൽ വേൾഡ് അല്ല കേട്ടോ, റിയൽ വേൾഡ് മറ്റേ കിഴപ്പം മുത്തിട്ട് മറ്റേ ആപ്പിൾ വിഷൻ പ്രോ ഒക്കെ എടുത്ത് റിയലും അടിയും. പിന്നെ 3D കൺവെർട്ടർ 3D ആയതുകൊണ്ട് തന്നെ 3D അല്ലേ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ എടുത്തു വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു ഷൂട്ട് ഔട്ട് ഉണ്ട്. ആ ഷൂട്ട് ഔട്ടും അതൊക്കെ 3Dയിൽ നല്ല രസമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അതൊക്കെ ഓക്കെ. ബോബി ഡിയോള്, ദിശാ പട്ടാനി പിന്നെ കുഴപ്പമില്ല, ഒരു പാട്ടിന് വേണ്ടിയായാലും വിളിച്ചു വരുത്തി ഞങ്ങൾ പോയെന്ന് പറയാം. ബോബി ഡിയോള് എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തെ ഷെഡ്യൂളും ഇട്ട് കോൾ ഷീറ്റും കൊടുത്ത് അങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കാൻ തോന്നുന്നു. ഒന്നുമില്ല, വെറുതെ കുറച്ച് നേരം വരിക. പുള്ളീൻ്റെ ഇൻട്രോ ഒക്കെ പിന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമൊക്കെ, ഒരു ചോരയെ കുളിച്ച് വന്ന ഒരു സാധനമൊക്കെ. അല്ലാത്ത പക്ഷം എന്തിനായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ? ഞാൻ മറ്റേ കഴിഞ്ഞ ആനിമലിലൊക്കെ അങ്ങനെ കൊടൂര വില്ലനിസമൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ അതും ഇല്ല. ഗോട്ടൊക്കെ എത്രയോ ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയാണ്. നിങ്ങളിപ്പോൾ പറയും ഞാൻ മറ്റേ അണ്ണൻ ഫാൻ, അതുകൊണ്ട് സൂര്യൻ്റെ പടങ്ങളെ ഞാൻ മറ്റേ കൊച്ചാക്കളൊക്കെ. എടേ,
എനിക്ക് എൻ്റെ കാര്യം എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്നറിയോ ഞാൻ. നിങ്ങളൊക്കെ ഈ സോക്കോൾഡ് സൂര്യ ഫാൻസ് ഒക്കെ കാണാത്ത പല ചവറ് പടങ്ങൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. TSK, NGK, സിംഗം 3, ഈ ഇടയ്ക്ക് ഇറങ്ങിയ മറ്റേ എതിർക്കും ദുരിന്തവൻ, ഇതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇത് പറയാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ തിയേറ്ററിൽ ഇറങ്ങേണ്ട 2 പടങ്ങൾ ജയ് ഭീമും സൂര്യ പോട്ടറും. ജയ് ഭീം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്രത്തോളം മുഴച്ച്, എനിക്ക് സൂര്യ പോട്ടറിനെ കാട്ടും. സൂര്യ പോട്ടറിലെ ചില ആക്ടിങ് പോർഷൻസ് സൂര്യന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കഥാപരമായും സൂര്യന്റെ പെർഫോമൻസും കൊണ്ടും അടിപൊളിയായിട്ടിരുന്ന ഒരു പടമായിരുന്നു ജയ് ഭീം. അത് തിയേറ്ററിൽ വന്നില്ല. അത് പിന്നെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ ആർക്കും നഷ്ടമില്ല. എല്ലാവരും വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നുണ്ടെന്ന് പറയാം. OTTയിലേക്ക് ഡയറക്ടർ റിലീസ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെയാ സൂര്യന്റെ കേസ് എനിക്ക് എൻ്റെ പൊന്നണ്ണ, നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ അവസാനം 7ാം അറിവ് വരെ എന്തോ ആണ് അങ്ങനെ മര്യാദയ്ക്ക് പടം എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ 5 എനിക്ക് ഇഷ്ടപ്പെട്ട പടം, 24 എനിക്ക് ഇഷ്ടപ്പെട്ട പടം. ബാക്കി പിന്നെ എന്തൊക്കെയായിരുന്നു? മാസ്, ഇങ്ങനത്തെ കുറേ ചവറ് പടങ്ങളായിരുന്നു സൂര്യന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനൊരു സൂര്യ ഫാൻ തന്നെ. ഇത് ലാലേട്ടൻ കഴിഞ്ഞ മമ്മൂക്ക ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വിജയ് കഴിഞ്ഞിട്ട് എനിക്ക് സൂര്യ ഉള്ളൂ. പക്ഷെ മമ്മൂക്കേനെ ആയാലും സൂര്യനെ ആയാലും ഒരേപോലെയാണ് ഞാൻ ആരാധിക്കുന്നത്. ലാലേട്ടനെ അത്രത്തോളം തലയ്ക്ക് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും മമ്മൂക്കയും ഒരു നമുക്ക് ഒരു എന്റർടൈനറാണ് പുള്ളി. നമുക്ക് കുറെ എന്റർടൈൻമെന്റ്സ് ഒക്കെ തരുന്ന ഒരാളാണ് പുള്ളി. ചിരിക്കുമ്പോൾ ചിരിക്കാനും പുള്ളി കരയുമ്പോൾ കരയാനൊക്കെ പറ്റുന്ന ഒരാളാണ്. ഗജിനി കണ്ടപ്പോഴായാലും വേറെ ഏതാണ് കുറെ പടമുണ്ട്, വാരണമായിരം, ഇഷ്ടം പോലെ നമ്മുടെ മാസ് പടങ്ങൾ നോക്കുകയാണെങ്കിൽ വേല്, അയൻ, ആദവനൊക്കെ കൂറ പടമാണ്. പക്ഷെ ഞാൻ എത്രത്തോളം ഇരുന്ന് കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് ഈ പടം പറ്റില്ല. എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഞാൻ പറയുമ്പോൾ സമയത്തിനും കാശിനും വില കൊടുക്കുന്നവരാണ്. കാശിന്റെ കേസ് പോട്ടെ, നിങ്ങൾ വേറെ ഒരു ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന കാശാണെങ്കിൽ അതിങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. അതെനിക്ക് പറയാനുള്ളൂ. സമയം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒപ്പം 4 സ്ക്രീനിലും ഇരുന്ന് കണ്ടവരുടെ ഉറക്കം, പണം വരും പോവും, പ്രണയം വരും പോവും, ഉറക്കം വന്നാൽ പോകില്ലെന്ന് പണ്ടാരും പറഞ്ഞിട്ടുണ്ട്. സന്തോഷപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു പാട്ടിൽ. 2.5 മണിക്കൂർ ഇരുന്ന് വെർത്ത്. ചിലയിടത്തൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായതുകൊണ്ട് ഇരുന്ന് കൗണ്ടർ അടിച്ചെങ്കിലും ഇരുന്നെന്ന് പറയാം. അല്ലാത്ത പക്ഷെ ക്ലൈമാക്സിലൊക്കെ മാസ് പോലെ കാണിക്കാനായിട്ട് ഇവരെന്തൊക്കെയോ തൊലിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പാക്റ്റ് വേണ്ടേ? എന്തിനെങ്കിലൊക്കെ ഒരു ഇമ്പാക്റ്റ് വേണ്ടേ? അണ്ണാ, നിങ്ങൾ പണി നിർത്തി പോണതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങളെ കൂടെ എന്താ സിറുത്തെ, അത് നല്ലൊരു പടമായിരുന്നു. പിന്നെ വീരം പുള്ളിയാണെന്ന് തോന്നുന്നു. വീരം എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, വേതാളം എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അല്ലാത്ത പിന്നെ വേറെ വിശ്വാസത്തിലെ നരച്ച താടിയൊക്കെ ആയിട്ട് വന്ന് കണ്ണാനെ കണ്ണ അണ്ണാരെ കണ്ണ പാട്ടൊക്കെ ഉള്ള ആ ഒരു പോർഷൻ നല്ല പോർഷനായിരുന്നു. നല്ലൊരു ഫാമിലി ഹാർട്ട് ടച്ചിങ് പോർഷനായിരുന്നു. നിങ്ങൾ തന്നെയാണോ അത് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടെ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളെന്താ പറയുക, അണ്ണാത്തെ നന്ന് വെറുത്തു തുടങ്ങിയാണ്. അണ്ണാത്തെ എന്തോ ഭാഗത്തിന് ഞാൻ തിയേറ്ററിൽ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. OTTയിൽ ഒരു 3-4 ദിവസം സമയം എടുത്താണ് ഞാൻ കണ്ടത്. വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ചായകുടിക്കാൻ പോയപ്പോൾ അവിടെ മൊത്തം സൂര്യ ഫാൻസ്. ബൈക്കെടുത്ത് റോട്ടിലിറങ്ങി ഒരു ജയലൻ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറേ അണ്ണന്മാർ സൂര്യ അണ്ണൻ എന്നൊക്കെ വിളിച്ച് 3-4 ബൈക്കിൽ വൈബ് ആസ്വദിച്ച് പോകുന്നുണ്ടായിരുന്നു. തിയേറ്റർ എത്തിയപ്പോൾ കുറച്ച് എന്താ പറയുക, ഒരു ടീനേജേഴ്സ് പയ്യന്മാർ, ഒരു 8-9 പഠിക്കുന്ന പയ്യന്മാർ സൈക്കിൾ ഓടിച്ച് തിയേറ്ററിൽ വന്നിട്ടുണ്ടായത്. ഞാനൊന്നും 4 മണിക്കുള്ള ഷോയൊന്നും പണ്ടേ ഒന്നും തിയേറ്റർ കണ്ടിട്ട് പോലുമില്ല. ഞാൻ +2 ശേഷമാണ് FTFസിനൊക്കെ പോയി തുടങ്ങിയത്. ഇവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ ഇത്ര എഫേർട്ട് ഇട്ട് വരുമ്പോൾ ഒരു അവസ്ഥ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിനക്കൊക്കെ എന്താ നേരെ വിളിത്താലും പടം കാണുമല്ലോ, പടം അങ്ങോട്ട് ഓടിപ്പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെയല്ലടാ. നമുക്ക് ഒരു ഇഷ്ടം, ഒരാൾക്ക് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു സിനിമ ആരാധകന് എന്തുകൊണ്ടും ആ ഒരു രാവിലത്തെ ഒരു ഓളവും ആ പടം അങ്ങനെ നല്ല പടമാണെങ്കിൽ പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അതൊക്കെ ആരോട് ഒന്നും ആർക്കും പറയേണ്ട കാര്യമില്ലെന്നറിയാം. പിന്നെയും പടച്ചു കൊണ്ടതല്ലേ.
കാട്ടിൽ നിന്ന് തന്നെ പോകും. മറ്റേ ശാന്തിയുള്ള ദിനേശെണ്ണം പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ചെയ്യും. എന്തായാലും കാർത്തിക് സുരാജ് പടത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ ഒറ്റ ഒരു സാധനം മതി, ആ എന്താ ടൈറ്റില്ലാത്ത സാധനം കാണിച്ചത്, അത് മാത്രം മതി. പടം ഏത് റേഞ്ചിലെത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. പറയാൻ പറ്റില്ല, ഞാൻ ഇതൊക്കെ പറയണത് വേറെ, ഇനി പടം വരുമ്പോൾ കണ്ടറിയാം. ബട്ട് കാർത്തിക് സുബരാജ് എന്നെ ഒട്ടും നിരാശിപ്പിച്ചിട്ടില്ല. ജഗമേനന്ദിരെന്ന് പറഞ്ഞ പടമാണെങ്കിൽ പോലും ഒരു ആവറേജ് പടമാണെന്നേ ഉള്ളൂ. എന്നാലും കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഒരു അപരാധത്തിന്റെ റേഞ്ചിലോട്ടൊന്നും അതിനെ കൂട്ടാനൊന്നും പറ്റുന്നൊന്നുമില്ല. കാർത്തിക് സുബരാജിന്റെ എല്ലാ പടത്തിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലോകേഷ് അണ്ണന്റെ റോളക്സ് പടം വരും. ബാക്കി LCUവിലുള്ള ബാക്കി പടങ്ങളിൽ സൂര്യ വരുമായിരിക്കാം. അതൊക്കെ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആയി തീർന്നോളും. പുള്ളിക്ക് ഫസ്റ്റ് ഒരു ഹാഫ് ടൈം വരെ പ്രേക്ഷകരെ പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഇതുണ്ട്, കഴിവുണ്ട് ലോകേഷ് അണ്ണന്. അതെനിക്ക് തോന്നിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ കൈദി ഏറ്റവും അടിപൊളിയായിരുന്നു. മാസ്റ്ററിലായാലും ലിയോയിലായാലും വിജയ് ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയും സെക്കൻഡ് ഹാഫിലേക്കാണ് കുറച്ച് പോരായ്മകളൊക്കെ വന്നു പോകുന്നത്. എന്നാലും ആ പടങ്ങളെല്ലാം അടിപൊളിയാണ്. വിഷമം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പടം കണ്ട് വയറ് പറഞ്ഞു. പിന്നെ വിഷമമുണ്ട്, നല്ലോണം ഫുഡ് അടിച്ച് കയറ്റി. ഈ വീഡിയോയിൽ 10 വള്ളു പറഞ്ഞപ്പോൾ നല്ല മനസ്സിന് സുഖമുണ്ട്. ഇനി ഇതെടുത്തൊന്ന് അപ്പ് ചെയ്യുക, ഒന്ന് കിടന്ന് ഉറങ്ങുക, ഇത്ര എനിക്കിനി ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ പറയും, തിയേറ്ററിൻ്റെ പടിവാതിൽക്കൽ പോലും പോയി നിൽക്കേണ്ട ഒരു യോഗ്യത ഈ പടത്തിന് ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ഇത് വലിയ റിവ്യൂവോ മറ്റേതൊന്നുമല്ല. റിവ്യൂ ആണെങ്കിൽ അന്നതായ ചാനൽസ് വേറെ ഉണ്ട്, കറക്റ്റായിട്ട് എൻ്റെ റിവ്യൂ എല്ലാം അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറയുന്ന മച്ചാന്മാരുടെ ചാനൽ കുറേ ഉണ്ട്. മൺസൂൺ മീഡിയ ഉണ്ട്, ഉണ്ണി വ്ളോഗ്സ് ഉണ്ട്, അങ്ങനെ കുറേ ചാനൽസ് ഉണ്ട്. അശ്വന്ത് കോക്കുണ്ട്, കോൾമി ഷസാം. പിന്നെ ഇതൊക്കെ പോലെ തന്നെ പുള്ളി ഒരു ഒപ്പീനിയനാണ് പറയുന്നതെന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ആരും കാണണമെന്ന് പോലും എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു. ഇത് നിങ്ങൾ വേണേൽ കാണണ്ട, സ്പോയിലർ. ഓക്കെ, സ്പോയിലർ അഹെഡ്. കാർത്തി പടത്തിലുണ്ട്. അവസാനം റോളക്സിലിട്ട് ഉണ്ടാക്കിയതുപോലെ ലോകേഷ് റോളക്സിനെ വെച്ചൊരു കളി കളിച്ചില്ല. ഒരു കൊടൂര വില്ലൻ വന്നു ഭയങ്കര മാസും വില്ലനിസം ഒക്കെ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കൊടൂര വില്ലനിസം. അതുപോലെ ഒരു തേമ്പിയ സാധനം. തേമ്പിയെന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലത്തെ ഒരു സാധനം ഇതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയെ പെറ്റ തള്ള സഹിക്കൂല. റിയൽ വേൾഡിലും പഴയ വേൾഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി ക്ലൈമാക്സ് മൊത്തം അങ്ങനെയാണ് പണി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഗുഡ് നൈറ്റ്, അത്രേ ഉള്ളൂ. എന്തായിരുന്നു, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.